Hey Jesus, today, the 18th September 1998, me, Roy Alex. Though this is a rainy season, I am witnessing one of the most exquisite sunrise in my whole life. Yes, the 18th September 1998. Sir, foreign സാധനങ്ങൾ വേണോ സാർ? ഷാംപൂ, ഹെയർ സ്പ്രേ, ഹെയർ ഡൈ. ജാപ്പാനീസ് ഹെയർ ഡൈ ആണ് സാർ. Only 5 minutes. 5 മിനിറ്റ് കഴിഞ്ഞ് വാഷ് ചെയ്യാം. ഒരു മാസം Oh, leave man, good old tongue. എങ്കിൽ നല്ല പെർഫ്യൂംസ് ഉണ്ട്, എടുക്കട്ടെ. ഇന്റിമേറ്റ് ബ്രൂട്ട് കാഷറ്റ് നിവിയ. No. Any premium brands? Of course. Cartier, Cobra, Poison, Liliana Musk, Paco Rabanne, Opium, Identity, Poem, Obsession. തയ്യാർ. അവനെ ഒന്ന് വരട്ടാനാണ് ഞാൻ പ്രീമിയം ബ്രാൻഡ് ചോദിച്ചത്. പക്ഷേ വരേണ്ടത് ഞാനാണ്. ലോകോത്തര സുഗന്ധദ്രവ്യങ്ങൾ എടുത്ത് അവൻ അമ്മാനമാടി. CD പ്ലെയർ വേണം സർ. സർ പ്ലീസ് ട്രൈ ഇറ്റ് സർ. കളർ പ്രൊജക്ടർ, ടൈറ്റാനിക് ഡിസ്ക് വേണം സർ. എല്ലാം ഒറിജിനലാണ് സർ. ടൈറ്റാനിക്, ഗോഡ്സില്ല, മാസ്ക് ഏത് വേണം സർ? ഏതാ വേണ്ടേ സർ? ഒന്ന് ട്രൈ ചെയ്യണം സർ. മാസ്ക് സർ ഒന്ന് നോക്കണം സർ. സർ ഒന്ന് ട്രൈ ചെയ്യണം സർ പ്ലീസ്. സാറേ വേണോ? അങ്ങോട്ട് വേണ്ടെങ്കിൽ ഇങ്ങോട്ട് വേണമെങ്കിലും എടുക്കാം. ഡോളർ, റിയാൽ, ദർഹം, യെൻ, പൗണ്ട്, എന്തിന് യൂറോ ഡോളർ തന്നാലും വാങ്ങും. ഉണ്ടോ? വാ. എന്താ വേണോ സാറേ? You are the one I am searching for. Yes, അവൻ ഇപ്പോഴെത്തും. കേരളം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന കുഴൽപ്പണ ശൃംഖലയുടെ ഇങ്ങേയറ്റത്തെ കണ്ണി. ജസ്റ്റ് ലൈക്ക് എ സാധാ പോലീസ് കോൺസ്റ്റബിൾ. അവൻ വഴി DGP-യിലേക്ക്, പിന്നെ ഹോം മിനിസ്റ്ററിലേക്ക്. May I come in, sir? No, I am busy. Oh, sorry. Get in. Come on, get in here. Good evening, Mr. Roy Alex. Who are you? I am Bashir. Rahim Sahib would like to see you for a few moments. Rahim Sahib. You mean Rahim Haji? Exactly. For what? ഞാൻ ബിസി ആണെങ്കിലോ? Then you are the loser. Don't worry about my end. ഞാൻ വരില്ല. മിസ്റ്റർ റോയ് വല്ലാതെ പേടിക്കുന്നു. റഹീം സാഹിബിന് നിങ്ങളോട് യാതൊരു വിരോധവുമില്ല. കഴിഞ്ഞ വർഷം ബോംബെ ക്രോണിക്കിളിൽ താങ്കൾ സാഹിബിനെതിരെ കള്ളപ്പേരിൽ ലേഖനം എഴുതിയതും അദ്ദേഹത്തിന്റെ MP സ്ഥാനം പോയതുമെല്ലാം അദ്ദേഹം മറന്നു. സാഹിബിന് നിങ്ങളോട് അത്തരം ഒരു പ്രതികാര ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ എന്തിന് വീട്ടിലേക്ക് ക്ഷണിക്കണം? Things are easy like It's a Czechoslovakian revolver Rikov with a built-in sight. നിങ്ങൾ ഇവിടെ മരിച്ചു വീണാൽ പുറത്തൊരു പൂച്ചക്കുഞ്ഞ് പോലും അറിയില്ല. ഇത് ബോംബെയിലും ആകാമായിരുന്നു പണ്ടേ. സോ പ്ലീസ് കം.